ഹേ വാട്സപ്പ് ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ ബ്ലോക്ക് ഫുഡിൽ എന്താ പറയുക നമ്മൾ സി ഡിക്ക് എടുക്കുന്ന സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. നമ്മൾ ഇതിന് മുന്നൊരു വീഡിയോ ഇട്ടീനു, ഫസ്റ്റ് പാർട്ട് ടു ഷീറ്റിൻ്റെ 3 ക്വസ്റ്റ് ആയിട്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി 3 ക്വസ്റ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതാകുമ്പോൾ നമ്മൾ യാമാസോറിൻ്റെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇപ്പോൾ അവിടെ ഒന്നുമില്ല. ഇനി നമുക്കുള്ളത് അല്ല ടു ഷീറ്റോ സോറുണ്ട്. ഇനി നമുക്ക് യാമാസോറിൻ്റെ 3 കംപ്ലീറ്റ് ആക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് സോർ എന്താ വെച്ചാൽ പെയിൻ ആൻഡ് സഫറിങ് എന്നാണ്. പെയിൻ ആൻഡ് സഫറിങ് എന്താ വെച്ചാൽ ഒന്നുമില്ല, സിമ്പിൾ സംഭവമാണ്. നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലെയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻ പി സിൻ്റെ കയ്യിൽ നിന്ന് 8000 to 900 വരെയുള്ള ആ ഒരു ലെവലിലേക്ക് HP നമ്മൾ വാങ്ങണം. അപ്പോൾ നമ്മൾ ഹെൽത്ത് പോവണം, മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക എൻ പി സിൻ്റെ പിന്നെ അടി കൊണ്ട് ഏകദേശം ഒരു അത്യാവശ്യം HP ആവണം. പിന്നെ ആ HP ആണ് മുന്നേ ചാവാൻ പാടില്ല. അതിന് മുന്നേ ചാത്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ് പോവും. പിന്നെ അയക്കുന്ന ക്വസ്റ്റ് എടുക്കേണ്ടി വരും. ഇവിടെ ഞാൻ എന്തോ ജസ്റ്റ് മിസ് ഉണ്ടോ അവസാനത്തെ അടിയിലാണ് എൻ്റെ 900 1000 അത്യാവശ്യം നല്ല HP അയക്കുന്നു. 900 നല്ല കേട്ടോ. അത് പണ്ടത്തെ വീഡിയോ ഞാൻ കണ്ട വീഡിയോസിലൊക്കെ 900 ആണ്. ഇനി പുതിയതെങ്ങാനും HP കൂടിയെന്ന് അറിയില്ല. എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് ഏത് കാണിച്ചു ജസ്റ്റ് മിസ്സിനെ ചാത്തതിൻ്റെ മുന്നേ തന്നെ ക്വസ്റ്റ് കംപ്ലീറ്റ് ആയതിന് രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് 4 ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടുണ്ട്. ഇനി 2 ക്വസ്റ്റ്യന്മാർ ബാക്കിയുണ്ട്. ആ 2 ക്വസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് CD കിട്ടും. അത് അത്യാവശ്യം ഇവിടെ എന്തായാലും വൺ ഓഫ് ദി ബെസ്റ്റ് സോഡാണ് എന്താ പറയുക ബ്ലോക്ക് ഫുഡിൽ. ഇനി സെക്കൻഡ് ക്വസ്റ്റ് എന്താ വെച്ചാൽ ഹാസി ഓഫ് മിസറി എന്നാണ്. ഇനി സ്പെല്ലിൻ്റെ എന്തെങ്കിലും ക്ഷമിക്കണം. ഈ ക്വസ്റ്റും കുറച്ച് ടാസ്ക് കൊടുത്ത ക്വസ്റ്റാണ്. ഒറ്റയ്ക്ക് ഞാൻ വയ്ക്കൂല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഫുള്ള് മഞ്ഞ് വന്ന ഫീലായിരുന്നു. മറ്റേ ഒരു 2 ബോസിന് സ്പോൺ ആക്കുമ്പോൾ ഫീൽ. അപ്പോൾ മാക്സിമം കണ്ണിട്ടുമ്പോൾ ഓരോ എനിമീസിൻ്റെ എൻ പി സിൻ്റെ പേര് കാണാൻ പറ്റും. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ തേർഡ് സീലുള്ള എല്ലാ ഐലാൻഡ് പോർട്ട് ഹണ്ട് കാസ്റ്റിൽ അങ്ങനെ എല്ലാ ലാൻഡിലും പോയിക്കാണ്ടും എൻ പി സി നോക്കും. ഇപ്പോൾ ഈ എൻ പി സിൻ്റെ മേത്തണ്ടില്ല ഒരു പർപ്പിൾ വട്ടം കണ്ണിടുമ്പോൾ പിങ്കായും തോന്നും. ആ പർപ്പിൾ പിങ്ക് ആ കാണുന്ന വട്ടമുള്ള എല്ലാ എൻ പി സിനും കൊല്ലുക. ഇതിൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധി എന്താ വെച്ചാൽ എല്ലാ എൻ പി സിനും കൊല്ലുക. എന്നാൽ പിന്നെ ചാൻസ് നമ്മൾ കൊന്നില്ല ചാൻസ് വരില്ല. പിന്നെ എന്താ പറയുക അങ്ങനെ കൊല്ലുക. ഇതിന് ഏറ്റവും വലിയ ഐഡിയാസ് എന്താ വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് പോർട്ടൽ എന്താ പറയുക ഫൂട്ട് യൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞ ഏതെങ്കിലും ഒരു പ്ലെയറെ വിളിച്ചു വരുത്തിയിട്ട് ഓനെ നിങ്ങളെ മുന്നിൽ വിടുക. ഓക്ക് കാണാൻ പറ്റില്ല, ഫുൾ ക്ലിയർ കാണാൻ പറ്റില്ല. അപ്പോൾ ഓനെ ബാക്കിൽ അങ്ങനെ പോകുക. അല്ല നിങ്ങൾക്ക് ഒരിക്കലും കാണിച്ചില്ല. കാരണം ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് 2 വട്ടം ചെയ്ത് നോക്കിയിട്ട് 2 മണിക്കൂറും ചെയ്ത് നോക്കി. പക്ഷേ കാസ്റ്റിൽ ഓഫ് ദ സീ അങ്ങോട്ട് വള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ലാൻഡിൽ എത്തൂല. അങ്ങനെ സീ കറങ്ങും, മനസ്സിലായില്ലേ? വള്ളത്തിൽ കിടന്ന് കറങ്ങും. ലാസ്റ്റ് ഞങ്ങളൊരു ഐഡിയ കാണിച്ചത്. ആ ഐഡിയ വേറൊരു ഐഡിയ ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ പോർട്ടില്ലാത്തതുകൊണ്ട്. പക്ഷേ ആ ഐഡിയക്ക് കുറച്ച് ലെവൽ വേണം. അങ്ങനത്തെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറെ ലാൻഡിൽ പോയിക്കാണ്ട് ആ ലാൻഡിൽ പോർട്ടൽ സംഭവം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ അടിയിൽ ആരെയും ഒന്ന് കൊല്ലുക നമ്മൾ ചാവുക ഒരു സീനും ഇല്ല. കാരണം എല്ലാവർക്കും അറിഞ്ഞാണ് ഇവിടെ ഒന്ന് ചത്ത് കഴിഞ്ഞാൽ എന്തായാലും കുറേ ഐലൻഡ് അപ്പുറം അതെന്താ ബൗണ്ടേഴ്സ് ഉണ്ടാവും. അവൻ്റെ ചത്ത് കഴിഞ്ഞാൽ കൊസ്റ്റ് പോകത്തില്ല. അതുകൊണ്ട് പേടിക്കണ്ട. പിന്നെ നമ്മൾ ഹൈദറെ വന്നുകൊണ്ട് എൻ പി സികളെ കൊല്ലുന്ന സമയത്ത് ഈ സീക്രട്ട് ടെമ്പിളുള്ള 5 ഗോസ്റ്റ് അത് തപ്പാൻ മറക്കരുത്. കാരണം മിക്ക ആൾക്കാർക്കും ഗോസ്റ്റിനെ കൊല്ലാനുണ്ടാവും. ഗോസ്റ്റ് എൻ പി സി ആണ്. ഓക്കെ, ആ ഗോസ്റ്റിനെ കൊല്ലാൻ മറക്കരുത്. ചിലപ്പോൾ ബഗ്ഗാവും. എന്താ പറയുക എല്ലാ ലാൻഡിൽ പോയിട്ടും എന്താ പറയുക പിന്നെ ആരെയും കൊല്ലാൻ ബാക്കിയുണ്ടാവും. എനിക്കൊക്കെ ഈ ഗോസ്റ്റ് 5 ശേഷം ഞാൻ വന്ന് നോക്കിയപ്പോൾ എല്ലാ ലാൻഡും 2 തപ്പി കിട്ടിയില്ല. ലാസ്റ്റ് ഗോസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ 2 ഗോസ്റ്റ് ബാക്കിയുണ്ട്. അതിന് ബഗ് കയറണം. അപ്പോൾ എല്ലാവരും ഒന്നുമായി തപ്പി വെക്കാം. കുറച്ച് പിരാന്താവും, കുറച്ച് തലവേനൊക്കെ എടുക്കും. കാരണം ഇത് കുറച്ച് കണ്ണ് കാണാതെ ഇറങ്ങിയ കണ്ണിന് ഇറിറ്റേറ്റ് സംഭവം. ആ ഒരു ഇറങ്ങിയ വേറെ സീനൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ട്രിക്ക് എന്താ വെച്ചാൽ ഇവിടെ അണ്ടർ വാട്ടർ ലെവലാണ്. അത് അതിന് എടുക്കാൻ ക്ലിയർ എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാം. കാരണം മനസ്സിലാൻ പറ്റും. ഇവിടെ അണ്ടർ വാട്ടർ ഈ അണ്ടർ വാട്ടർ ഏരിയ വന്നാൽ ഇവിടെ പോർട്ട് സിസ്റ്റം ഉണ്ട്. പക്ഷെ ഇതിനുള്ളിലേക്ക് പോകണ 2600 ലെവലാണെന്ന് ഇതിന്റെ ഒരു ഓർമ്മ. കാരണം അവിടെ 2600 ലെവലോളം ഉണ്ട്. അത്ര ലെവൽ അതിന്റെ ശരിയാക്കി എടുക്കുന്നവരാണെങ്കിൽ സുഖമായിട്ട് കണ്ടുപിടിച്ചു. മനസ്സിലായോ? ആ സ്ഥലത്ത് നമുക്ക് കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ 1 ലക്ഷം 4 ലക്ഷം റിപ്പോർട്ട് കഴിഞ്ഞാല് നമ്മളൊരു ആ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് അണ്ടർ വാട്ടർ ഏരിയ എത്തും. അവിടെ ഒരു ആൾ ഞാൻ അയാൾ ഫോർട്ട് മാതിരി പോർട്ടൽ കൂടെ വേറെ സ്ഥലത്ത് ഇന്റർനെറ്റ് കളിച്ചത് ഇത് സമ്മേഡ് ഐലൻഡ് എന്ന ഇങ്ങോട്ട് നേരെ വന്ന് ഇവിടെ റൈറ്റ് ഇയാൾ നമ്മളെ തേർഡ് സീ ഏത് ലാൻഡ് കൊണ്ടും ആകെ 10,000 ക്യാഷ് സുഖമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇപ്പോൾ കാസ്റ്റിൽ ഓഫ് ദ സീക്കൊക്കെ പോകാൻ പറ്റും. അങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റ സ്വന്തമായിട്ട് തന്നെ നമുക്ക് എൻ്റെ ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇനി നമ്മളെ സി ഡിക്ക് ലാസ്റ്റ് ക്വസ്റ്റാണ്. ഈ ക്വസ്റ്റിൻ്റെ പേരെന്താ വെച്ചാൽ ഫിയർ ദ റീപ്പർ എന്നാണ്. ഇത് ചെയ്യാനും വലിയ പാടൊന്നുമില്ല. എന്തായാലും ആ സെക്കൻഡ് ക്വസ്റ്റ് കളിച്ച് കഴിഞ്ഞവർക്ക് മനസ്സിലാവും
അതാണ് ഏറ്റവും ടഫുള്ള ക്വസ്റ്റ്യൻ. ആ 4ാമത്തെ ക്വസ്റ്റ്യൻ യാമാൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യൻ. കാരണം എന്താ വെച്ചാൽ അത് എല്ലാ ലാൻഡിലും കണ്ണ് കെട്ടിച്ച് ചെയ്യണം. പക്ഷെ ഇതൊന്നും അത്ര ഇടങ്ങാറില്ല. നമുക്ക് ഇപ്പം നമുക്ക് ഇൻ്റർവ്യൂ എല്ല് കാണില്ലേ, ഇത് 100 കാസ്റ്റിന് കിട്ടണമല്ല. അവിടുത്തെ ഏത് എൻ പി സിനെ വന്നാലും കിട്ടും. ഏറ്റവും കൂടുതൽ അതിൻ്റെ ഉള്ളിൽ ആ ടെമ്പിളിൻ്റെ ഉള്ളിൽ എൻ പി സിനെ കൊന്നാലും കിട്ടുക എൻ്റെ ഓർമ്മയില്ല. ഈ 100 കാസ്റ്റിലെ ഇവിടെ എനിമീനെ കൊന്നാലാണ് കിട്ടുക. ഇവിടെ ഈ സ്കെലിറ്റിനെ കൊന്നാൽ കിട്ടും. ഇതിനുള്ളിലുള്ള ആൾക്കാർ ഈ ടെമ്പിളിനുള്ളിൽ ആൾക്കാരെ കൊന്നാൽ കിട്ടും. ടെമ്പിളിലെ ആൾക്കാർ 5 ഡ്രോപ്പ് ചെയ്യേണ്ടി ഓർമ്മയില്ല. സ്കെലിറ്റ് 1 ഡ്രോപ്പ് ചെയ്യണം. ഈ സ്കെലിറ്റൻ്റെ ഇതിനുള്ളിൽ കയറി പോയാൽ നമുക്ക് ഇവിടെ സ്പിൻ ചെയ്യാറുണ്ടോ. ഇവിടെ സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് XP കിട്ടും, ക്യാഷ് കിട്ടും, എടുക്കാൻ നമുക്ക് ഹാലോ എസൻസ് സംഭവം കിട്ടും. പിന്നെ അപ്പോഴത്തെ ഈ ഉസ്മാക്ക് 2 സ്പിന്നിൽ തന്നെ കിട്ടി. ഞാൻ കറക്കുന്നതിന് ഉസ്മാനും കറക്കുന്നു. അപ്പോൾ ഉസ്മാക്ക് 2 സ്പിന്നിൽ തന്നെ കിട്ടി. എനിക്ക് ആ സംഭവം കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ ഇനി എപ്പോഴെങ്കിലും ഉസ്മാനും കറക്കാം. ഉസ്മാൻ കുറച്ചിട്ട് എടുക്കേണ്ടി വരണം. അപ്പോൾ എനിക്ക് കിട്ടാൻ ഞാൻ കാണിച്ചു തരാം സംഭവം എന്താണ്. ഈ ആലോൻസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വരും. ഇവിടെ ഇപ്പോൾ ഈ എയ്ത്ത് കാണിച്ചതിൻ്റെ എന്താ പറയുക, V3ൻ്റെ എയ്ത്ത് കാണിക്കുന്നത് അതേമാതിരി തൊട്ടപ്പോൾ ഹാലോ എസൻസ് സംഭവമാണ്. അത് കൈ പിടിച്ചാൽ നിൽക്കണ്ട. കൈ പിടിച്ചപ്പോൾ കയപ്പ് എനിമി പ്ലേയേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ കൊല്ലാൻ വേണ്ടി. എന്നിട്ട് ഈ ആലോൻസൻസ് എടുത്താൽ ഇവിടെ വന്ന് വെച്ചാൽ ഒരു ബോസ് സ്പോൺ ആവും. ആ ബോസ് അവിടെ സ്പോൺ ആവുക വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പിളിൻ്റെ ഉള്ളിലാണ് സ്പോൺ ആവുക. ഞാൻ ടെമ്പിളിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. ഉസ്മാനെ അതവിടെ സ്പോൺ ആവില്ലേ, ഓർമ്മയില്ല. ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ കാണിച്ചെന്നാ എനിക്കറിയില്ല, എവിടെ അറിയില്ല. ടെമ്പിളിൻ്റെ ബാക്കിലൊന്നല്ലല്ലോ, ഉള്ളിൽ തന്നെ അല്ലേ? ഈ ടെമ്പിളിൻ്റെ ഉള്ളിലാണ് സ്പോൺ ആവുക. ഇതിൻ്റെ മേലെ, ഞാൻ ഇതിൻ്റെ മേലെ പോയിട്ടില്ല. ഇതിൻ്റെ മേലെയാണ് എന്താ പറയുക ഇത് സ്പോൺ ആവുക. എന്ത് ഇങ്ങനെ വയ്യ കണ്ടല്ലോ ഇവിടെ. ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നുണ്ടോ? ഞാൻ വെറുതെ ഗ്രാൻഡാക്കി പോയുള്ള ഏരിയയൊക്കെ. അപ്പോൾ ഇവിടെയാണ് ബോസ് സ്പോൺ ആവുക. എന്നുവെച്ചാൽ പോയി സ്പോൺ ആക്കുക. ഇപ്പം ഈ ബോസ് സ്പോണായി കഴിഞ്ഞാൽ ബോസിനെ കൊല്ലാൻ നിൽക്കരുത് ആരും. കടി കാണിച്ചാണ്ട് ബോസിനെ കൊല്ലല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സ്പോണാക്കുക. ബോസ് സ്പോണായി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ബോസിൻ്റെ കൈ നിന്ന് കൊടുക്കുക. അവൻ കൊല്ലട്ടെ. അവൻ കൊല്ലുമ്പോൾ നമ്മൾ തുഷിത സോളിൽ വേറെ ഡയമെൻഷനിൽ പോലെ ബോസിനെ കൊന്നതിനാണ്. ഇതിൽ നമ്മൾ ബോസിനെ കൊല്ലാതെ നമ്മൾ ഡയമെൻഷനിൽ പോകാൻ സാധിക്കും. ഒരു ഡയമെൻഷനിലെത്തും. ഇവിടെ നമ്മൾ 3 ടോർച്ച് ഓപ്പൺ ആക്കണം. കല്ലിൻ്റെ അടി ടോർച്ചാൽ ഉണ്ടാകുക. ഈ കല്ലിൻ്റെ അടി അത് തപ്പാണ്. എനിക്കറിയാം ഏത് കല്ലുമ്പോഴാന്ന് തോന്നുന്നു. ഇവിടെ ടോർച്ച് ഉണ്ട്. പിന്നെ ഈ ടോർച്ച് ഓൺ ആക്കി വിട്ടിട്ട് അല്ലാതെ സ്പ്രിൻ്റ് അടിച്ചേക്ക്. ഇല്ലെങ്കിൽ ഈ 6-7 NPC നമ്മളെ പൂക്കപ്പായിട്ട് അടിച്ചുമ്പോൾ നമ്മൾ ചാവും. ബുദ്ധ അങ്ങനെ വിട്ടുന്ന അടിച്ചാൽ സീനില്ല. പക്ഷെ നമ്മൾ ഒരു പോയിന്റ് സ്പോൺ ആക്കി വിട്ടുന്ന അവർ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ചാവും. കാരണം അവർക്ക് 6 നമ്മൾ ഒറ്റയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് പടവും പറഞ്ഞ് പോകും. അപ്പോൾ ഇങ്ങനെ 3 ടോർച്ച് ഉണ്ടാവും. ഒരു ടോർച്ച് ഓപ്പണായി. ഇനി അടുത്ത ടോർച്ച് തപ്പണം. അത് അടുത്ത ടോർച്ച് വേണ്ടത്. ഇവിടെയും സ്പോണാക്കി വിട്ടുന്ന സ്പ്രിൻ്റ് അടിച്ചാൽ ഇല്ലെങ്കിൽ ചാവും. കാരണം അനുഭവം ഉണ്ട്, കാര്യം പറയാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ടോർച്ച് എവിടെ നിന്ന് ഓണാക്കിയാലും അതിൽ ബോസ് ഉണ്ടാവും. ആ ബോസിന് കുറച്ച് HP കൂടുതലുണ്ടാവും. പവറൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ HP ഒന്നും പോകില്ലാന്ന് പറയില്ല. കുറച്ച് HP പവറുള്ളൂ. ഈ 6 കൊന്നതിനും ഇനിയുള്ള ടോർച്ചിനാണ് ബോസ് സ്പോൺ ആവുക. എന്താ ടോർച്ച് വേണ്ടത് ഉണ്ടോ? ഇതാണ് പറഞ്ഞത്. ഇങ്ങനെ HP പോകാനോ ഞാൻ ഇപ്പോൾ ചത്തിനും. ഇങ്ങനെ HP പോകും. അതുകൊണ്ട് മാക്സിമം ഞാൻ സ്പ്രിൻ്റ് അടിച്ചാൽ നോക്കുക. സ്റ്റെക്കായി കഴിഞ്ഞാൽ സ്റ്റെക്കായി ചാവണം. നമ്മൾ പോലെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ബോസ് ഉണ്ട്. ഈ ബോസാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് ഈ വേറെ ഒരുമാതിരി സ്കില്ലൊക്കെ അടിച്ചത് മനസ്സിലായില്ല. ബാക്കിയുള്ളവരൊക്കെ എത്തുന്നു. ബോസ് മാത്രം ബാക്കി കണ്ടിട്ടുണ്ട്. ഇവന് ഈ സ്കില്ലിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് HP ഇവർക്ക് എന്താ പവർ കുറവാണ്. HP കുറച്ച് ഏറെ ഉണ്ടാവുന്നുള്ളൂ. ബോസ് ആയതുകൊണ്ട് പവർ കുറവാണ്. അതുകൊണ്ട് സിമ്പിൾ അടിച്ചാൽ പറ്റും. ബോസിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗേറ്റ് വൈറ്റ് കളറായി കിട്ടും. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തും. നമ്മൾ പിന്നെ മാൻഷനിൽ നമ്മളെ കൊസ്റ്റ് എടുത്ത് തരും. ഈ ആമസോണിൻ്റെ കൊസ്റ്റ് എടുത്ത് എത്തും. അപ്പോൾ നമ്മളിതാ ഈ ആമസോൺ ഇവിടെ നിന്ന് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എഴുതി കാണിക്കും. എന്താ പറയുക, ഇന്ന് നമുക്കൊരു ബോസിനെ കൊല്ലണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും ഇവൻ്റെ കയ്യിൽ നിന്ന് ചാവാനോ പോകണം കണ്ടോളി. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ താമര ഇങ്ങനെ പൊന്തിയിട്ട് അതൊരു ചാവിയാണ്. ആ ഗേറ്റ് ഞാൻ തുറക്കും. ഈ ഗേറ്റ് തുറന്നതിന് ഒരു ബോസ് ഉണ്ട്. ഇപ്പോൾ സ്പോൺ ആവില്ല. ഫസ്റ്റ് ആകെ ഒരാൾക്ക് സ്പോൺ ആവുള്ളൂ എന്ന് എൻ്റെ ഓർമ്മയില്ല കേട്ടോ. ഇപ്പോൾ സ്പോൺ ആവില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറണം. ഞാൻ ബുദ്ധഫാക്കി ഇതാ ഈ ബോസ് എനിക്ക് തോന്നുന്നു നമുക്ക് HP ഇല്ല തോന്നുന്നു. കാരണം പിന്നെ HP ഒന്നും കാണില്ല. കുറേ അടിച്ചിട്ടുണ്ട്. അടിച്ചിട്ട് പിന്നെ HP ഒന്നും കുറഞ്ഞും കണ്ടില്ല. HP ഒന്നും കുറയുന്നില്ല. എനിക്ക് അബിലിറ്റി ഇല്ല പറയുന്നത്. അടിച്ചാലുണ്ടോ ഇവൻ അടിച്ചാൽ എനിക്ക് അബിലിറ്റി എന്തോ ഒരു സ്കില്ല് വേണം. എനിക്ക് തോന്നുന്നു V4 എന്തോ വേണമെന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിലാണ് ഈ ഫോണൊന്നും അറിയാതെ റീഫ്രഷ് ആകാൻ പോയി. സ്പോൺ ആയപ്പോൾ ഞാൻ ചത്ത്. ഞാൻ വിചാരിച്ചു മൂഞ്ചി കയ്യിൽ നിന്ന് പോയി ഇനി അയച്ചു എന്നൊക്കെ ചെയ്യാൻ വിചാരിച്ചപ്പോൾ കയ്യിൽ CD എത്തിക്കണം. ഇത് നമ്മളെ കയ്യിൽ CD വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത്ര മിഷനുള്ളൂ. ഇതിലാകെ ടഫുള്ള ആ ആമസോൺ രണ്ടാമത്തെ പോസ്റ്റ് മാത്രം. ബാക്കിയുള്ളതൊക്കെ സിമ്പിളാണ്. ഈ ഹാലോ എസൻസ് കിട്ടാനും കുറച്ച് പണിയാണ്. പക്ഷെ ഭാഗമൊക്കെ വേഗം കിട്ടും. എന്നാലും അതൊരു 2 മണിക്കൂറിൽ 10 സ്പിൻ ചെയ്യാൻ പറ്റും. ഹാലോ എസൻസിൻ്റെ ആ ബോൺ കൊടുത്താൽ. അതുകൊണ്ട് വേഗം കിട്ടാനൊന്നുമില്ല. വല്ല പണിയൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബൈ ബൈ.